ഈ മുനമ്പത്തിൻ്റെ പ്രത്യക്ഷ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നേരത്തെ ഒരിക്കൽ പള്ളി മുറ്റത്ത് വന്ന് ആ പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. ഷാജൻ സ്കറിയ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ പറഞ്ഞു, ഈ സമരത്തിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ, ഇതിവിടെ അവസാനിക്കുകയല്ല, നമുക്ക് ഇനി ഒരുപാട് ദൂരം പോകേണ്ടതായിട്ട് വരും. കാരണം ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമേ അല്ല. ഈ ഭേദഗതി കൊണ്ട് പോലും പ്രശ്നങ്ങൾ എന്തുമാത്രം പരിഹരിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്കണ്ഠയുണ്ട്. ആശങ്ക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. നിയമ ഭേദഗതി തീർച്ചയായിട്ടും അനിവാര്യമായിരുന്നു. ഇവിടെ ശ്രീ റോയി പറഞ്ഞ പോലെ മുനമ്പം ഗ്രാമത്തിലെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഈ സമരത്തിന് കൈവരുമായിരുന്ന മാനം, ഈ സമരത്തിനല്ല, ഈ വഖഫ് ഭേദഗതിക്കെതിരെ നടക്കുന്ന വലിയ സമരമുണ്ട്, ആ സമരത്തിന് കൈവരുമായിരുന്ന മാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാകും. അത് ഏതുപോലെയെന്ന് വെച്ചാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരം ഓർക്കുന്നില്ല. ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ട് സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരേ ഒരു വിഭാഗം ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ നുഴഞ്ഞു കയറുന്ന ആളുകളാണ്. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച് മരിക്കുന്ന ഒരാളുടെയും പൗരത്വം റദ്ദാക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അധികാരമില്ല. പൗരത്വം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ദത്തമായിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ ഇന്ത്യയുടെ 4 അതിരുകൾക്കുള്ളിൽ ജനിച്ച് വീഴുമ്പോൾ അയാൾ ഇന്ത്യയുടെ പൗരനായി കഴിഞ്ഞു. ആ പൗരത്വമൊന്നും ആർക്കും റദ്ദാക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നടന്ന പ്രചരണം അങ്ങനെയല്ല. ഈ പ്രചരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്ന രീതിയിൽ വലിയ പ്രചരണം അഴിച്ചുവിടുകയും സാധാരണക്കാരെ വഴിതെറ്റിക്കുകയും സഹോദര സമുദായങ്ങളുടെ കൂടി വലിയ സഹാനുഭൂതി പിടിച്ചു പറ്റുകയൊക്കെ ചെയ്തു. എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? ഇല്ല. രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം വർദ്ധിപ്പിക്കാനല്ലാതെ വേറെ ഒന്നും സാധിച്ചു. സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന നിരവധി അനവധി കേസുകളിൽ ഒരു കേസ് മാത്രമായിട്ട് അത് ഇപ്പോഴും തുടരുന്നു. അതിൻ്റെ 2ാം ഭാഗമാണ് ഇവിടെ സംഭവിക്കുമായിരുന്നത്. ഈ മുനമ്പത്തിൻ്റെ ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരം ശ്രമിക്കുന്നു എന്ന ഒരു വലിയ ധാരണ ഉണ്ടാക്കി ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകളെ, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും ഇതുപോലൊരു വികാരം ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിക്കുമായിരുന്നു. അത് നടക്കാതെ പോയത്. മുനമ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ 600ഓളം കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുസ്ഥിതിക്ക് നിങ്ങളുടെ പ്രത്യക്ഷ സമരത്തിലൂടെ കിട്ടിയ വലിയൊരു വിസിബിലിറ്റി, ദൃശ്യത. കാരണം ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ വെറും സാധാരണക്കാർ ഇല്ലേ, മത്സ്യത്തൊഴിലാളികളും നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്നവരുമായ ആളുകൾ കയ്യിലുള്ള പണം കൊടുത്ത് വാങ്ങിയ വസ്തു, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. തീറാധാരം നമ്മുടെ പെട്ടിക്കാതിരിക്കുന്നു. നമ്മുടെ പെട്ടിക്കകത്ത് തീറാധാരം ഇരിക്കുന്നു. നമ്മൾ കരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ഒരു സുപ്രഭാതത്തിൽ നാളെ മുതൽ കരം മേടിക്കുന്നതല്ല, കരം ഒഴിവായിട്ട് പതിച്ചു തന്നല്ല കേട്ടോ. പണ്ട് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. രാജഭരണകാലത്ത് ചില ആൾക്കാർക്ക് കരം ഒഴിവാക്കി കൊടുക്കും. ഇത് കരം ഒഴിവാക്കിയതല്ല, മേലിൽ കരം മേടിക്കുന്നതല്ല. നിങ്ങളുടെ വസ്തു ഇനി സഹകരണ ബാങ്കിൽ പണയം വെച്ചോ, മറ്റൊരാൾക്ക് വിൽക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്നൊരു ഉത്തരവ് വരുമ്പോൾ അതുമായി പകച്ചു നിൽക്കുന്ന ആൾ നമുക്ക് സങ്കല്പിക്കാവുന്ന അങ്ങനെ ഒരു പരിണതി ഉണ്ടാകും. അത് ഒരു ചർച്ചാ വിഷയമാകുന്നു. കുറേ കൊല്ലം നിയമയുദ്ധം നടത്തി ക്ഷീണിച്ച ആളുകൾ അവസാനം സമരത്തിലേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമ ഭേദഗതിയുമായിട്ട് വരുന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഇതൊരു ചർച്ചാ വിഷയമാകുന്നു. ഫാദർ ജോഷി മയ്യാറ്റിലിനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കും. ആദ്യഘട്ടത്തിൽ മലയാള മനോരമ, മാതൃഭൂമി ഒന്നും മുനമ്പത്തെ സംബന്ധിച്ച വാർത്തകൾ കൊടുത്തിരുന്നില്ല. അത് ഓർമ്മയുണ്ട്. ദീപികയല്ലാതെ ഒരു പക്ഷേ ജന്മഭൂമിയും വളരെ കുറഞ്ഞ തോതിൽ കേരള കൗമുദിയും അല്ലാതെ ഒരു പത്രവും ഒരു ടെലിവിഷൻ ചാനലും ഈ വാർത്ത കയറി പിടിച്ചില്ല. അത് മുനമ്പത്തിൻ്റെ വലിയ വിജയമാണ്. പിന്നെ ഇവിടെ നിന്ന് ചാനലുകൾ ഒഴിഞ്ഞ സമയം ഉണ്ടായിട്ടില്ല ഇല്ലേ. സകല ചാനലുകാരും മുനമ്പത്ത് അവരുടെ വാഹന വ്യൂഹവുമായിട്ട് വന്നു. ഇത് ഇവിടെയല്ല, രാജ്യവ്യാപകമായി ഇതിൻ്റെ സന്ദേശം പ്രചരിക്കപ്പെട്ടു. സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയാണ് വഖഫ് നിയമം ബാധിക്കുന്നത്? 1995-ലും പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് 2013-ലൊക്കെ ഉണ്ടായ ഭേദഗതികൾ എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടുത്തെ ജനങ്ങൾക്കല്ല. പാർലമെൻറ്റിൽ ഇതിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഏറ്റവും അധികം പ്രതിധ്വനിച്ച വാക്ക് മുനമ്പം എന്നായിരുന്നു. ആ വാക്ക് പാർലമെൻറ്റ് രേഖകളിൽ വന്നു.
ഇംഗ്ലീഷിൽ പ്രസംഗിച്ചവരും ഇന്ത്യയിൽ പ്രസംഗിച്ചവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞത് മുനമ്പം എന്നാണ്. നിയമത്തെ എതിർക്കുന്നവരും നിയമ ഭേദഗതി അനുകൂലിക്കുന്നവരും പറഞ്ഞ വാക്ക് മുനമ്പം എന്നാണ്. അതാണ് മുനമ്പത്തിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം. അപ്പോൾ അങ്ങനെ അത് ഭേദഗതിയിലെത്തി എന്ന് മാത്രമല്ല, നിയമമന്ത്രി ഇത് ഭേദഗതി പാസ്സായതിനു ശേഷം ആദ്യം ചെയ്തത് മുനമ്പത്ത് വരില്ല, വേറൊരു സ്ഥലത്തും അദ്ദേഹം പോയില്ല. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് വരുമ്പോൾ, ഡൽഹിയിൽ വരുമ്പോൾ ആദ്യം പോകുന്നത് രാജ്ഘാട്ടിലാണ്. ഗാന്ധി സമാധിയിൽ പോയി പുഷ്പേക്കർ സമർപ്പിക്കും എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരം ഏൽക്കുമ്പോൾ പുന്നപ്പുറ വയലാറിൽ പോയി പുഷ്പാർച്ചന നടത്തുന്ന പോലെ, കേന്ദ്ര നിയമമന്ത്രി അദ്ദേഹം അരുണാചൽ പ്രദേശുകാരനുമായിട്ടാണ്. അതിനു മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നിയമമന്ത്രി നിയമം പാസ്സായ ഉടനെ സംഭവിച്ചത് അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങി മുനമ്പ് അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വരില്ല, ഈ പള്ളിമുറ്റത്ത് വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതിൻ്റെ കാരണം എന്താ? ഈ സമരത്തിൻ്റെ പ്രാധാന്യമാണ്. സാധാരണക്കാരായ ആളുകളെ അവരുടെ പണം കൊടുത്ത് വാങ്ങിയ വസ്തുവിൽ നിന്ന്, കുടിയേറിയ സ്ഥലത്തല്ല, കയ്യേറിയ സ്ഥലത്തല്ല, വളച്ചു കെട്ടിയ സ്ഥലത്തല്ല, കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു പ്രചരണം വേറെ വല്ലത്ത് കിട്ടാനുണ്ടോ? കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഈ ഭേദഗതിയെ അവതരിപ്പിച്ച, അത് പാസ്സാകണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു എന്താണ് ഈടുവെപ്പായിരുന്നു മുനമ്പം സമരം. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. ഈ മുനമ്പം എവിടെയാണെന്ന് അറിയാത്തവർക്ക്, അല്ലെങ്കിൽ ഈ ഭേദഗതി കൊണ്ട് മനുഷ്യൻ എങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നറിയാത്തവർക്ക് അത് കാണിച്ചു കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാൻ അച്ഛനെ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തൊട്ട അയൽവക്കക്കാരാണ്. ആലുവ പുഴയുടെ അക്കരെ ഇക്കരെയാണ് ഞങ്ങൾ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് നിയമ ഭേദഗതി മുനമ്പത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഫാദർ റോയി കണ്ണഞ്ചിറ CMI അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല ഇതിന് ഏറ്റവും അറിയപ്പെടുന്ന ആൾ ഫാദർ ജോഷിയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം. അദ്ദേഹമാണ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നത്. അപ്പോൾ അച്ഛനാണ് സത്യം പറഞ്ഞാൽ ഈ സമരത്തിൻ്റെ ഒരു പതാകവാഹകനായിട്ട്. അതിൻ്റെ ബൗദ്ധികമായ നേതൃത്വം അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്. അതുപോലെ ഷാജിൽസ്കറിയ, അദ്ദേഹം യൂട്യൂബിൽ എത്ര വീഡിയോയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. മറുനാടൻ ചാനലാണ് സത്യത്തിൽ ഈ ഏഷ്യാനെറ്റിനെയും മാതൃഭൂമിയും മലയാള മനോരമ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സാമ്പ്രദായിക മാധ്യമങ്ങളെ സമരരംഗത്തേക്ക് കൊണ്ടുപോകും. ഇനി ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ സതീശനെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് സാധാരണ ഈ അലൂമിനിയം കുടത്തിൽ തലയിട്ട പട്ടിയുടെ അവസ്ഥ. എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ് സതീശൻ എന്ത് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചു. ഏത് കാലത്തും ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലമായി പോയ ഒരു സമുദായക്കാരാണ് ഇവിടെ സമരം ചെയ്യുന്നതിൽ ഭൂരിപക്ഷം. ഇവിടെ ഇരിക്കുന്നവരിലല്ല, സമരം ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം. വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയാണ് എന്ന് വിചാരിക്കുന്നവർ വേറൊരു സമുദായത്തിലും ഉണ്ടാവും. അവരാണ് ഈ കുടിയിറക്കപ്പെടാൻ പോകുന്ന ആൾ. ആ വോട്ട് പോകാതെ നോക്കട്ടെ. മറുഭാഗത്ത് ആരുടെ തോളിലാണ് അദ്ദേഹം കൈയിട്ട് നിൽക്കുന്നത്? ആരുടെ തോളിലാണ്? അവരെ പിണക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സതീശനെ പോലെ ധർമ്മസങ്കടം അനുഭവിക്കുന്ന ഒരാൾ കേരള സംസ്ഥാനത്തുണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാൻ പോവുകയാണ്. ഒരു കൊല്ലമില്ല ഇല്ലേ? നമ്മളിപ്പോൾ മെയ് മാസത്തിലാണ് നിൽക്കുന്നത്. അടുത്ത മെയ് മാസത്തിൽ ഇതുപോലെ സമയത്ത് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞയും ആരായിരിക്കും മുഖ്യമന്ത്രി നമുക്കറിയില്ല. അങ്ങനെ ഒരു പരിണതിയിലാണ് പുള്ളി നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നവർക്ക് പരിഹസിക്കാം അല്ലേ? യോഗാധ്യക്ഷന് പരിഹസിക്കാം, നമ്മുടെ റോയി കുരിശിങ്കലിന് പരിഹസിക്കാം. പക്ഷേ പുള്ളിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് പുള്ളി നോക്കിയപ്പോൾ എളുപ്പമാർഗം ചെയ്ത് വഖഫ് അല്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ മറുഭാഗത്തുള്ള ആളുകൾ ഇതിനേക്കാളും വലിയ അതിക്രമമാണ് ചെയ്തത്. ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവരാണ് സത്യത്തിൽ ഇന്നത്തെ പരിണതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച്. അതിൻ്റെ പുറകിലൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പറയാൻ തുടങ്ങി എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, വേറെ ഒരുപാട് പ്രസംഗിക്കാൻ. സത്യത്തിൽ അവരാണിത് വഷളാക്കി. അല്ലായിരുന്നെങ്കിൽ മുനമ്പം ഒരു വിഷയമാവുമായിരുന്നില്ല. പക്ഷേ ഇതുപോലെ ഒരുപാട് ആളുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. മുനമ്പത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് മറുഭാഗത്തുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ ഈ രാമേന്ദ്രൻ നായർ കമ്മീഷൻ അടക്കം. ഇനി ഞാൻ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതിൻ്റെ വാദം സുപ്രീം കോടതിയിൽ വീണ്ടും നടക്കും. ഇന്ന് വാദം നടക്കുന്നുണ്ട്. കപിൽ സിബൽ വായ കയറി വാദിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ ടി.വിയിൽ കണ്ടു. നിയമത്തിൻ്റെ മറ്റ് പല വകുപ്പുകളും കൂടി സ്റ്റേ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതൊക്കെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യം. സുപ്രീം കോടതിയുടെ ആയിരിക്കും അന്തിമ തീരുമാനം. ഇപ്പോൾ സ്റ്റേ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും 4-5 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ 5-6 കൊല്ലത്തിന് ശേഷം ആയിരിക്കും ഇതിൻ്റെ അന്തിമവാദം നടക്കും. ഇപ്പോഴത്തെ ജഡ്ജിമാരായിരിക്കില്ല അന്നത്തെ ജഡ്ജി.
ഇപ്പോഴത്തെ വക്കീലന്മാരായിരിക്കില്ല അന്നത്തെ വക്കീലന്മാർ. സുപ്രീം കോടതി എങ്ങനെ വിധിക്കും എന്നുള്ളത് സുപ്രീം കോടതിക്ക് തന്നെ അറിയില്ല. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും ഒരു വിധത്തിലും പ്രവചിക്കാവുന്നതല്ല. കാലാവസ്ഥാ പ്രവചനമാണ് അതിനേക്കാൾ എളുപ്പം. അത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ വേറൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലനിൽക്കുന്ന ഹർജികളിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ കക്ഷി ചേരാനായിട്ട് അപേക്ഷ. സത്യം പറഞ്ഞ് ഇതിനേക്കാൾ വലിയ ഉടായിപ്പ് ലോകത്തുണ്ടാവും. എന്താ അറിയോ, ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ നേരത്തെ പ്രമേയം പാസ്സാക്കിയതാണ്. മുനമ്പം വിഷയമൊക്കെ ആളിക്കത്തുന്നതിന് മുമ്പ്, ഭേദഗതിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ, ഭേദഗതി എന്താണെന്ന് അറിയാത്തതിന് മുമ്പ്, ഭേദഗതി ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ തന്നെ ഈ അപ്പം ചത്താലും ചത്തില്ലെങ്കിൽ തിങ്കളാഴ്ച ശവടക്കം എന്ന് പറഞ്ഞ പോലെ വഖഫ് നിയമം എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നത്, എന്തൊക്കെ വകുപ്പുകളാണ് ഭേദഗതി ചെയ്യുന്നത് അറിയണക്ക് മുമ്പ് തന്നെ നിയമസഭയിലെ 140 മെമ്പർമാർ കൂടി ചേർന്ന് പ്രമേയം പാസ്സാക്കി ഡൽഹിക്ക് അയച്ചാണ്. അതിനുശേഷം ഇപ്പോൾ കക്ഷി ചേരാൻ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ കേരള ഗവൺമെൻറ്റിന് ഈ നിയമ ഭേദഗതിയോട് വലിയ എതിർപ്പുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കക്ഷി ചേരാൻ അപേക്ഷ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മറ്റ് പല സംസ്ഥാനങ്ങൾ ചെയ്ത പോലെ കേരള സർക്കാർ പ്രത്യേക അനുമതി ഹർജി കൊടുക്കണം, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേരള സർക്കാർ നിങ്ങളുടെ കൂടെയാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. എതിർപ്പുള്ളവർ കേസ് കൊടുക്കണം. കേസ് കൊടുക്കില്ല. അതിന് പകരം നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്നിട്ട് പറയുകയാണ്. അതാണ് പ്രധാനം. ഒരിക്കൽ വഖഫായ വസ്തു എക്കാലവും വഖഫായി. AKG സെൻറ്ററിന് നേരെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കാത്തോടത്തോളം കാലം അത് ഉന്നയിച്ച കളിമാണ്. AKG സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം വഖഫാണെന്ന് നാളെ പാളയം ഇമാം പറഞ്ഞാൽ കളിമാർ. അത് വിട്ടുകൊടുക്കില്ല. അതൊഴിച്ച് വേറെ ഏത് സ്ഥലവും ഒരിക്കൽ വഖഫായിട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ വഖഫായിരിക്കും എന്നാണ് നമ്മുടെ കേരള സർക്കാർ പറയുന്നത്. ഇന്നിപ്പോൾ അറിഞ്ഞു കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള രാഷ്ട്രീയമായ ദുരുദ്ദേശം, വഖഫിനോടുള്ള സ്നേഹമൊന്നുമല്ല കേട്ടോ. അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. മാത്രവുമല്ല, ഈ വഖഫ് സംബന്ധമായ വിഷയം ആളി കത്തിച്ചായിരിക്കാം. അതാരൊക്കെയാന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ചില സംഘടനകളാണ്. യഥാർത്ഥത്തിൽ ആ ജനപിന്തുണയുള്ള സംഘടനകളൊക്കെ സമരരംഗത്ത് നിന്ന് മാറിയിരിക്കും. അവർക്ക് വഖഫിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, നിയമ ഭേദഗതിയോട് എതിർപ്പില്ലാത്തതുകൊണ്ടല്ല. എതിർത്താൽ വോട്ട് പോകും. നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ വോട്ട് ചെയ്ത് ശീലിച്ചു പോയ ആളുകളാണ്. അവരുടെ വോട്ട് പോയാൽ പിന്നെ ഭരണം ഉണ്ടാകില്ല. അതുകൊണ്ട് മാത്രം നിശബ്ദത പാലിക്കുന്നവരാണ് ഭൂരിപക്ഷം. പക്ഷെ ന്യൂനപക്ഷം എന്നും പറയാൻ പറ്റില്ല, ന്യൂനപക്ഷം മാത്രമാണ് പ്രകടമായ സമരമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിക്കും. സമയം അതിക്രമിക്കും. ഇനിയുണ്ട് സംസാരിക്കും. ഒറ്റക്കൊരു തമാശ, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ഈ മുനമ്പത്തുനിന്ന് അധികം ദൂരമല്ലോ കൊടുങ്ങല്ലൂർ, ഇല്ലേ? ഇവിടുന്ന് വളരെ അടുത്താണ്. കൊടുങ്ങല്ലൂർ SN പുരം നിങ്ങൾ കേട്ടാണ് പലരും പോയി കാണും. SN പുരത്ത് വെളുത്ത കടവ് എന്ന് മറ്റു പേരുള്ള ഒരു സ്ഥലം. അവിടെ ഒരു സമരം നടക്കുകയാണ്. എന്താ അറിയോ? ജമാഅത്തെ ഇസ്ലാമിക്കാർ വഖഫ് സ്വത്തുകൾ മറിച്ചു വിറ്റു. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അവിടുത്തെ പുരാതനമായ ദാറുസ്സലാം പള്ളിയുടെ വസ്തുക്കൾ ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കീഴിലേക്ക് മാറ്റി. ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്, നമ്മുടെ തീരദേശ ഹൈവേ. തീരദേശ ഹൈവേക്ക് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം, അതിൻ്റെ പൈസ കിട്ടി 2.5 കോടി രൂപ ഇവന്മാർ പോക്കറ്റിലേക്ക്. 2.5 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങി ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. മാധ്യമം പത്രം നടത്തുന്ന ആളുകൾ, മീഡിയ 1 ചാനൽ നടത്തുന്ന ആളുകൾ 2.5 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങി. അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കം എല്ലാവരും സമരരംഗത്താണ്. ഇത് പത്രത്തിൽ വന്നില്ല, ഇത് മനോരമയിൽ വരില്ല. ഇതാണ് പ്രശ്നം. ഷാജൻ സ്കറിയ വിവരം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ് നാളെ പേപ്പർ പുള്ളിയുടെ ചാനലിൽ വന്നു. അവിടെ സമരം നടക്കുകയാണ്. മനസ്സിലായ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് അബ്ദുൽ ഖാദർ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വഖഫ് ബോർഡ് ദുരുപയോഗത്തെ അപലപിച്ചു എന്നൊരു വാർത്ത. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത്
ഇത് മാർക്സിസ്റ്റുകാരും മറ്റ് തൽപര കക്ഷികളും ചേർന്ന് ഞങ്ങൾക്കെതിരെ എന്താണ് ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ്. ഈ സംഘടനക്കാരാണ് നിങ്ങൾക്കറിയാമോ ഈ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ നേർക്ക് വലിയൊരു സമരം നടത്തി. പാലസ്തീനിൽ വെടിയേറ്റ് മരിച്ച ഇസ്മായിൽ ഹനിയ ഇല്ലേ, യഹ്യ സിൻവർ, കേണൽ നാസറിനെതിരെ വധശ്രമം നടത്തിയിട്ട് പണ്ട് ഈജിപ്തിൽ വെടിയേറ്റ് മരിച്ച മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവ്, ഇവരൊക്കെ പടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരത്തിന് പോയത്. ആ സംഘടനക്കാരാണ് വെളുത്ത കടവിൽ 2.5 കോടി രൂപ തൊണ്ട തൊടാതെ വിഴുങ്ങിയത്. അറിയാമോ? ഈ വഖഫ് സ്വത്ത് എന്തിനാണ് ഈ നിയമം ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്നവർക്ക് മിക്കവർക്കും അറിയാമുണ്ടാവില്ല. 95-ലെ ഭേദഗതിയെ പറ്റിയൊക്കെ പറയില്ലേ. ഇത് ഉണ്ടാക്കിയതിൻ്റെ കാരണമുണ്ട്. കാലാകാലങ്ങളായിട്ട് വഖഫ് സ്വത്തുക്കൾ കുറേ മറിച്ചു വിറ്റിട്ടുണ്ട്, കുറേ കയ്യേറിയിട്ടുണ്ട്. ആര് കയ്യേറി? അല്ലെങ്കിൽ ആര് മറിച്ചു വിറ്റു? അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പ്രമാണിമാർ. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കെ എത്ര ഏക്കർ സ്ഥലമാണ് അന്യാധീനപ്പെട്ടു പോയത്. ആരാ അന്യാധീനപ്പെടുത്തിയത്? നമ്മളൊരാണോ? ഷാജൻ സ്കറിയാണോ? ജോഷി അച്ഛനാണോ? ഞാനാണോ? റോയി കുരിശിങ്കലാണോ? അല്ല, നമ്മളാരുമല്ല. അതാത് കാലത്ത് വഖഫ് സ്വത്തുക്കൾ കയ്യാളിയിരുന്ന ആളുകൾ വിൽക്കാൻ പാടില്ലാത്ത വസ്തു വിറ്റു, അതിൽ നിന്ന് അനർഹമായി ലാഭമുണ്ടാക്കി. ആ ലാഭമുണ്ടാക്കിയ ആളുകൾ ഇപ്പം എന്താ പറഞ്ഞത്? ഇത് വഖഫ് സ്വത്ത് എക്കാലത്തെയും വഖഫാണ്. വാങ്ങിയവൻ്റെ സ്ഥിതി എന്താ? ഒന്ന് ആലോചിച്ചു. ഇതാണ് സംഭവിച്ചത്. വഖഫ് നിയമം ആവശ്യമാണ്, അതിൽ ഭേദഗതിയും ആവശ്യമാണ്. എന്തിനു വേണ്ടി? ഇത് സംരക്ഷിക്കാൻ വേണ്ടി. അത് പണം കൊടുത്ത് വാങ്ങിയ പാവപ്പെട്ട മുനമ്പത്തുകാരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ല വേണ്ടത്. അപ്പോൾ ഈ ഭേദഗതിക്ക് ഒരു അർത്ഥമുണ്ടായിരുന്നു, അത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ രൂപത്തിൽ എത്തിച്ചത്. ഏതായാലും കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ കേരള ഗവൺമെൻറ് കൂടി കക്ഷി ചേരാൻ വന്നിട്ടുണ്ട്. ആളുകളെ ഒറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചില ആളുകളെ എല്ലാ കാലവും പറ്റിക്കാം, കുറച്ച് പേരെ എല്ലാ കാലവും പറ്റിക്കാം, എല്ലാവരെയും കുറച്ച് കാലം പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റുകയില്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.